അജിത് കുമാർ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചാനുഭൂതികൾ സമ്മാനിക്കുന്ന ഒരു സ്വപ്നഭൂമിയിലാണ് നാം ഇന്നുള്ളത്. ത്രിവേണി സംഗമഭൂമി. അതെ, കന്യാകുമാരിയുടെ മാസ്മരികതയിൽ അലിയാൻ വീണ്ടും ഒരു യാത്ര. ഇത്തവണ കുടുംബസമേതമായിട്ടാണ് ഞങ്ങളുടെ യാത്ര. സൂര്യാസ്തമനം ആസ്വദിക്കാനെത്തിയ സഞ്ചാരികളുടെ ആവേശം കണ്ടില്ലേ? ആഞ്ഞു വീശുന്ന കടൽക്കാറ്റും ചൂഴ്ന്നു കയറുന്ന തണുപ്പുമാണ് ഇവിടെയും. ഈ കാണുന്നത് സൂര്യാസ്തമനം ആസ്വദിക്കാനായി പുതിയതായി വികസിപ്പിച്ച വ്യൂ പോയിന്റാണ്. കന്യാകുമാരി ദേവീക്ഷേത്ര നടയിൽ നിന്നും കഷ്ടി 2 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും സഹായത്തിനായി പോലീസ് എയ്ഡ് പോസ്റ്റുമുണ്ട് ഇവിടെ. കുടുംബാംഗങ്ങളെല്ലാം നല്ല ഉഷാറിലാണ്. ഇന്ന് 6:45 അസ്തമയ സമയം. 6 മണിക്ക് മുമ്പ് തന്നെ വ്യൂ പോയിന്റിൽ സഞ്ചാരികൾ നിറഞ്ഞിരിക്കുന്നു. അടുത്ത കാലത്തായി കന്യാകുമാരിയിൽ സൂര്യാസ്തമന ദർശനത്തിന് മേഘങ്ങളുടെ തടസ്സം നന്നേ ഉണ്ട്. എന്നാലും ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല. പാറപ്പുറത്തും മണൽ തിട്ടയിലുമെല്ലാം തന്നെ സഞ്ചാരികൾ വളരെ നേരത്തെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും സന്തോഷത്തിൻ്റെയും മുഖങ്ങളാണ് ഇവിടെയും. ഇത് സൂര്യൻ്റെ താൽക്കാലിക വിടചൊല്ലലിൻ്റെ ദൃശ്യങ്ങളാണ്. ആ കാഴ്ച ത്രിവേണി സംഗമ ഭൂമിയിൽ നിന്നും ആസ്വദിക്കുന്നതിൻ്റെ അനുഭൂതി ഒന്ന് വേറെ തന്നെ. സഞ്ചാരികളൊന്നും മടങ്ങുന്ന ലക്ഷണമേയില്ല. സമുദ്രത്തിൽ മറഞ്ഞ സൂര്യൻ്റെ ഓർമ്മകളാണ് എവിടെയും. ഇന്നിൻ്റെ നഷ്ടങ്ങൾ നാളെയുടെ പ്രതീക്ഷകളാണല്ലോ. വൈദ്യുത ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന പ്രധാന പാതയും കുരിശുപള്ളിയും. കച്ചവട കേന്ദ്രങ്ങളിലൂടെയുള്ള രാത്രിയാത്ര. ഈ ദൃശ്യങ്ങൾ എന്നും മനോഹരം തന്നെ. കാമരാജർ മണ്ഡപത്തിൻ്റെയും ഗാന്ധി സ്മൃതി മണ്ഡപത്തിൻ്റെയും രാത്രികാല ദൃശ്യമാണിത്. എത്ര മനോഹരമായിരിക്കുന്നു! പുറത്ത് പൊടി പൊടിക്കുന്ന കച്ചവടമാണ് എവിടെയും. അകലെയായി കടലിരമ്പത്തിൻ്റെ അകമ്പടിയിൽ വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും അവയെ ബന്ധിപ്പിക്കുന്ന പുതിയ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയും രാത്രികാല കാഴ്ച. എത്ര മനോഹരമാണ് ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ആ കാഴ്ച കാണാൻ. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ അത്താഴ പൂജ സമയമാണ്. ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ വിശ്രമത്തിലേക്ക്. പാട്ടും സ്വറപറച്ചിലുമായി ഒരു രാത്രികാല കുടുംബസംഗമം. സൂര്യോദയം, വിവേകാനന്ദപ്പാറ, ഗ്ലാസ് ബ്രിഡ്ജ്, ഇതൊക്കെയാണ് നാളത്തെ പരിപാടികൾ.
ഭാരതത്തിൻ്റെ തെക്കേ മുനമ്പിലെ സൂര്യോദയം കാണാൻ 6 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ബീച്ചിലെത്തിച്ചേർന്നു. സഞ്ചാരികളുടെ വലിയ കൂട്ടമാണ്. ബീച്ചിലും കെട്ടിടങ്ങൾക്ക് മുകളിലുമായി ആയിരങ്ങളാണ്. ക്യാമറ കണ്ണുകൾ മിന്നിമറയുന്നു. ഇത് തന്നെ മനോഹരമായ ഒരു കാഴ്ചയല്ലേ? മേഘങ്ങളുടെ തടസ്സപ്പെടുത്തലുകളെ അതിജീവിച്ച് പുറത്തേക്ക് വരുന്ന സൂര്യകിരണങ്ങൾ നമ്മുടെ മനസ്സിലേക്കാണ് കയറിക്കൂടുന്നത്. എത്ര മനോഹരമായ കാഴ്ചയാണ്! ഈ മനോഹാരിതയ്ക്കിടയിലും പേടിപ്പെടുത്തുന്ന സുനാമി ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വന്നു. അന്ന് 2004 ഡിസംബർ 26 ഇതുപോലെ ഒരു സകുടുംബ വിനോദയാത്ര കന്യാകുമാരിയിലേക്ക്. വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ടിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിൻ്റെ നടുങ്ങുന്ന ഓർമ്മകളാണ്. വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയെയും വിഴുങ്ങുന്ന കൂറ്റൻ തിരമാലകൾ, അലമുറയിട്ട് പായുന്ന സഞ്ചാരികൾ, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട ജീവിതം തിരിച്ചു പിടിച്ച ദിവസം. കൂട്ടം തെറ്റി ദേവീക്ഷേത്ര ദർശനത്തിൻ്റെ ക്യൂയിൽ അകപ്പെട്ട ചേട്ടത്തിയമ്മ യഥാസമയം എത്താത്തതിൽ ബോട്ടിൽ കയറാനായില്ലെങ്കിലും തിരിച്ചു കിട്ടിയത് 12 ജീവിതങ്ങളാണ്. ആ നാളുകൾ എങ്ങനെയാണ് മറക്കുക? അന്നത്തെ ഓർമ്മയ്ക്കായി ഇന്നിവിടെ ഒരു സുനാമി മെമ്മോറിയൽ പാർക്ക് അധികൃതർ ഒരുക്കിയിരിക്കുന്നു. ഈ ചരിത്രമൊന്നും അറിയാതെ അന്ധരായ ഗായിക ദമ്പതിമാർ മൈതാനത്തിന് മധ്യഭാഗത്തിരുന്ന് മനോഹരമായി പാടുന്നത് കാണാൻ കഴിഞ്ഞു. ക്ഷേത്ര ഗോപുര മുകളിലേക്ക് പറന്നു കയറുന്ന മയിലുകളുടെ കൂട്ടം ഏവരെയും ആകർഷിക്കുന്ന ഒന്നായി മാറി. അങ്ങകലെ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വാച്ച് ടവർ, സഞ്ചാരികളാകെ കന്യാകുമാരിയുടെ പ്രഭാത കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. അപകട മുന്നറിയിപ്പ് വകവയ്ക്കാതെ കടലിൽ കുളിക്കുന്ന സഞ്ചാരികളെയും യഥേഷ്ടം കാണാനായി. ഇതാണ് മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപം. ഇതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 1948 മരണപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം 12 കലശങ്ങളിലാക്കി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി സൂക്ഷിച്ചു. കന്യാകുമാരിയിൽ നിമജ്ജനം ചെയ്യാനായി സൂക്ഷിച്ചിട്ടുള്ള ഈ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ്. ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് എല്ലാ വർഷവും ഒക്ടോബർ 2 സൂര്യപ്രകാശം പതിയത്തക്ക വിധത്തിൽ പ്രത്യേക അലൈൻമെൻറ്റിലാണ് ഈ സ്മാരക മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. 1956 ഈ സ്മാരകം നിർമ്മിച്ചത്. സ്മാരകത്തിൻ്റെ വലതുവശത്തായി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഉദ്യാനവും അതിൽ മഹാത്മാഗാന്ധിയുടെയും കാമരാജിൻ്റെയും സ്പന്ദിക്കുന്ന പ്രതിമകളും. ഇനിയാണ് ഞങ്ങളേവരും ആകാംക്ഷാപൂർവം കാത്തിരുന്ന വിവേകാനന്ദ പാറയിലേക്കും അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുമുള്ള ബോട്ട് യാത്ര. ഇന്ന് വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ടിങ്ങിന് സഞ്ചാരികളുടെ വൻ തിരക്കാണ് കാണുന്നത്. 100 രൂപയുടെയും 300 രൂപയുടെയും 2 നിരക്കുകളാണ്. ഓൺലൈനായും ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന് 100 രൂപയാണ് ചാർജ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ബോട്ടിൽ പ്രവേശനം. കടമ്പകളെല്ലാം കടന്ന് ഞങ്ങളും ബോട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. കൂട്ടിയിട്ടിരുന്ന ജാക്കറ്റുകൾ കൈക്കലാക്കാൻ സഞ്ചാരികൾ പെടാപ്പാടുപെടുന്നത് കണ്ടു. ഞാനുൾപ്പെടെ കുറച്ചുപേർ മത്സരത്തിൽ നിന്നും പുറത്തായി. 500 മീറ്റർ വരുന്ന കടൽ യാത്ര കേവലം 10 മിനിറ്റ്. ചെറുതെങ്കിലും സുന്ദരമായ ബോട്ട് യാത്ര.
പാറയിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേക നിരക്കുണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് ചാർജ്. വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിലേക്ക് പാദരക്ഷകൾ അനുവദിക്കുന്നതല്ല. ഇത് സൂക്ഷിക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിരിക്കുന്നു. 1892 സ്വാമി വിവേകാനന്ദൻ ഇവിടെ എത്തിയതായി കരുതുന്നത്. 3 ദിവസം ഏകദേശം 72 മണിക്കൂർ അദ്ദേഹം ഇവിടെ ധ്യാനത്തിൽ ഇരുന്നതായും കരുതപ്പെടുന്നു. രണ്ട് മണ്ഡപങ്ങളാണ് ഈ സമുച്ചയത്തിലുള്ളത്. താഴെ ശ്രീപാദ മണ്ഡപവും മുകളിലായി ധ്യാന മണ്ഡപവും. ശ്രീപാദ മണ്ഡപത്തിൽ ഇരുന്നാണ് ശ്രീ പാർവതി പരമശിവനെ തപസ് ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ധ്യാന മണ്ഡപത്തിൽ ഓംകാരത്തിൻ്റെ അകമ്പടിയോടെ സഞ്ചാരികൾക്കും ചെറിയ സമയം ധ്യാനമിരിക്കാം. ഈ പടവുകൾ കയറി ചെന്നാൽ കാണുന്ന മണ്ഡപത്തിലാണ് വിവേകാനന്ദ സ്വാമികളുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. തിരുവള്ളുവർ പ്രതിമയെയും വിവേകാനന്ദ പാറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിന് മുകളിലൂടെയുള്ള പ്രശസ്തമായ ഗ്ലാസ് ബ്രിഡ്ജിന്റെ വിദൂര ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കടലിന്റെ വശ്യസുന്ദരമായ ദൃശ്യങ്ങളാണിത്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നീ 3 കടലുകൾ ഒരേ സമയം സംഗമിക്കുന്ന അത്യപൂർവമായ കാഴ്ച ത്രിവേണി സംഗമം. ആ സ്ഥാനത്താണ് നാം ഇപ്പോൾ. ഡിസംബറിലാണ് 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള മനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 37 കോടി രൂപയാണ് ആകെ നിർമ്മാണ ചെലവ്. ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് മുകളിലൂടെയുള്ള നടത്തം തെല്ലൊന്ന് ഭയപ്പെടുത്തുന്നുണ്ടോ? എങ്കിലും സഞ്ചാരികൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള യോഗാചാര്യൻ വിവേകാനന്ദ സ്മരണയിൽ പത്മാസനത്തിലാണ്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഈ അത്ഭുത നിർമ്മിതി കാണാതെ പോകരുത്, അനുഭവിച്ചറിയാതെ പോകരുത്. ഇതാണ് സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്ന് പേരിട്ടിട്ടുള്ള തിരുവള്ളുവർ പ്രതിമ. തമിഴ് കവിയും തിരുക്കുറലിൻ്റെ സൃഷ്ടാവും. 41 മീറ്ററാണ് പ്രതിമയുടെ ഉയരം. ഇതിൻ്റെ മുകൾ തട്ടിലേക്ക് സുനാമി തിരമാലകൾക്കെത്താനായി എന്നുള്ളത് ഇപ്പോഴും പേടിപ്പെടുത്തുന്നു. പ്രതിമയ്ക്കുള്ളിലൂടെ പടവുകൾ കയറി ഞങ്ങൾ മുകൾ തട്ടിലേക്ക്. വിശാലവും തണുപ്പുള്ളതുമാണ് ഇതിൻ്റെ ഉൾവശം. എന്ത് ഭീമാകാരമാണ് പ്രതിമ! സഞ്ചാരികൾ പ്രതിമയുടെ വിരലിനോടൊപ്പമേ ഉള്ളൂ. പ്രതിമയുടെ മുകൾ തട്ടിൽ നിന്നുള്ള കന്യാകുമാരിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഉയരങ്ങളിൽ നിന്നുള്ള
ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മനോഹരമായ ദൃശ്യം. ഇന്നലെ കണ്ട ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മനോഹര ദൃശ്യം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. തിരുവള്ളുവർ പ്രതിമയുടെ മുകളിലത്തെ ദൃശ്യങ്ങളും പകർത്തി പതിയെ ഞങ്ങളും താഴേക്ക്. അപ്പോഴേക്കും മടക്കയാത്രയ്ക്കുള്ള ബോട്ട് തയ്യാറായിരുന്നു. സന്യാസി സമൂഹത്തോടൊപ്പമുള്ള മടക്കയാത്ര. മടക്കയാത്രയിൽ എനിക്കും കിട്ടി ജാക്കറ്റ്. ചരിത്രമുറങ്ങുന്ന വിവേകാനന്ദ പാറയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ആത്മനിർവൃതിയോടെ സമാധാനത്തോടെ ഞങ്ങളും പുറത്തേക്ക്. ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ മനോഹര യാത്രയ്ക്ക് 1000 നന്ദി. ഈ സ്വർഗീയ ഭൂമിയിലേക്ക് വീണ്ടും വരുമെന്ന ഉറച്ച തീരുമാനത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ആൻഡ് സീ യു അഗൈൻ.